ഹായ് ഫ്രണ്ട്സ്, ജോബ് സെക്യൂർ ആൻഡ് ലോ എമിനൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്യുസാറ്റിൻ്റെ LLM എൻട്രൻസിൽ 50 ക്വസ്റ്റ്യൻസ് വരുന്ന ലോജിക്കൽ റീസണിങ്ങിൻ്റെ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്യുസാറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. LLMൻ്റെയും LLBയുടെയും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. മാർച്ച് 10th ആണ് ലാസ്റ്റ് ഡേറ്റ്. അതിനുള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, സിലബസ് എങ്ങനെയാണ്, ഇതൊക്കെ സംബന്ധിച്ച വീഡിയോസ് ജോബ് സെക്യൂരിറ്റിയുടേത് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടെ വാച്ച് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ക്യുസാറ്റിൻ്റെ മുൻകാലങ്ങളിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക എന്നുള്ളൊരു രൂപം കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. അതേപോലെ ക്യുസാറ്റിൻ്റെ LLM നമുക്കറിയാം, ഒരു വളരെ ഈസി എക്സാം അല്ല. നല്ലൊരു പ്രിപ്പറേഷൻ അതിനാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ആലോചിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോഴും ജോബ് സെക്യൂരിറ്റിയുടെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാച്ച് ഇപ്പോഴും ലൈവാണ്. ഓൺലൈനായിട്ട് ലൈവ് ഇൻട്രാക്റ്റീവ് സെഷനാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഗൈഡും അവൈലബിൾ ആണ്. ക്യുസാറ്റിന് കൂടെ ഉപയോഗിക്കാവുന്ന പ്രീവിയസ് പേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഗൈഡാണ് ഉള്ളത്. ഗൈഡ് ആമസോണിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം ക്യുസാറ്റ് ആലോചിക്കുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോബ് സെക്യൂരിറ്റിയായിട്ട് ബന്ധപ്പെടുക. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 2022 ക്യുസാറ്റിൻ്റെ LLM എൻട്രൻസിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഏജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഏജ് ഓഫ് ദ ഫാദർ 3 years ago was 7 times the age of his son. At present, the father's age is 5 times that of his son. What is the age of father? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഒരു ഫാദറും ഉണ്ട്, ഒരു സണ്ണും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഫാദറിനായിരിക്കോ സണ്ണിനായിരിക്കോ ഏജ് കുറവ്? സണ്ണിനായിരിക്കുമല്ലോ. അപ്പോൾ സണ്ണിൻ്റെ ഏജ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഫാദറിൻ്റെ ഏജ് എത്രയായി? 3 years ago 7 times the age of his son എന്നാണ് പറയുന്നത്. അപ്പം 3 years ago ഉള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം 3 years ago സണ്ണിൻ്റെ ഏജ് എക്സ് ആണെങ്കിൽ ഫാദറിൻ്റെ ഏജ് എത്രയാണ്? 7x ആണ്. ഇത് 3 years ago ആണ്. അപ്പം പ്രസന്റ് ഏജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പ്രസന്റ് ഏജ് നോക്കുമ്പം 3 years ago എക്സ് ഏജുള്ള സണ്ണിന് ഇപ്പം എത്ര വയസ്സായിട്ടുണ്ടാവും? x+3 ആയിട്ടുണ്ടാവും അല്ലേ? 7x ഉള്ള ഫാദറിന് എത്രയായിട്ടുണ്ടാവും? 7x+3 ആയിട്ടുണ്ടാവും. നമ്മളെടുത്ത് പറയുന്നത് ഇപ്പോഴേ ഫാദറിൻ്റെ ഏജ് കുട്ടിയുടെ ഏജിൻ്റെ 5 times ആണ്. അതായത് ഈ നമ്പറിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് കിട്ടും. അതാണ് പറയുന്നത്. അതായത് 5 × x+3 = 7x+3. അപ്പം നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. 5x + 15 = 7x+3. ഈ 5xനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, ഈ 3യെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പം 15 - 3 12 = 7x എന്ന് 5x മൈനസ് ചെയ്താൽ 2x. സോ x = 6 എന്ന് കിട്ടും. അപ്പം എക്സ് എന്താണ്? സണ്ണിൻ്റെ ഏജ്. സണ്ണിന് 6 years ആണ്. ഫാദറിന് അപ്പം എത്ര ഉണ്ടാവും? 7 × 6 42. ഇത് എപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്? 3 കൊല്ലം മുമ്പാണ്. 3 കൊല്ലം മുമ്പ് ഫാദറിന് 42 years ആണ്. നമ്മളെടുത്ത ചോദ്യം എന്താ? ഇപ്പം ഫാദറിന് എത്ര വയസ്സായി എന്ന്. അപ്പം ഇപ്പം എത്ര വയസ്സായി? 42 + 3 45. അപ്പോൾ ഏജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് നമുക്ക് മാത്സുമായിട്ട് ചെറിയൊരു കണക്ഷനൊക്കെ ആവശ്യമാണ്. അപ്പം അതിന് നിങ്ങൾക്കൊരു കോച്ചിങ് നന്നായിട്ട് ഗുണം ചെയ്യും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കടക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ കോഡിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ സർട്ടൺ കോഡ് ലാംഗ്വേജ് 743 means mangoes are good. 657 means eat good food. And 934 means mangoes are ripe. അങ്ങനെയാണെങ്കിൽ വിച്ച് ഡിജിറ്റ് മീൻസ് റൈപ്പ്? ഇതിൻ്റെ കോഡ് എന്ത് എന്നാണ് ചോദ്യം. ഈ വേർഡിൻ്റെ കോഡ് എന്ത്?
അപ്പം ഈ വേർഡ് വരുന്നത് എവിടെയാ? ഈ ഒരു സെന്റൻസിലാണ് അല്ലേ? ഈ വേർഡ് വേറെ എവിടെയും വരുന്നുമില്ല. എന്നാൽ ഈ മാംഗോസ് ആർ എന്നുള്ളത് ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കറസ്പോണ്ടിങ് നമ്പർ നോക്കൂ, 743. ഇവിടെ നോക്കൂ, 934. അപ്പൊ മാംഗോസ് ആർ എന്നുള്ളതിന്റെ കറസ്പോണ്ടിങ് നമ്പർ ഏതായിരിക്കും? 3434 ആയിരിക്കും. ഓക്കെ, നമ്മൾക്ക് എന്തിന്റെ കോഡാ അറിയേണ്ടത്? റൈപ്പിന്റെ കോഡാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ബാക്കി വരുന്ന ഒന്ന് ഏതാ? 9 ആണ്. അപ്പൊ റൈപ്പിന്റെ കോഡ് സ്വാഭാവികമായിട്ടും ഏതായിരിക്കും? 9 ആയിരിക്കും. ഇത് കോഡിംഗ് ഡീകോഡിങ്ങിലെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കോഡിംഗ് ഡീകോഡിങ്ങിൽ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാറുണ്ട്. അത് നിങ്ങൾക്കും ഞങ്ങളുടെ മുൻകാല വീഡിയോസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഒരു പെർസെൻറ്റേജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ തിങ്ക് ചെയ്യണം. ആ ലോജിക്കൽ റീസണിങ് തിങ്കിങ് ഉണ്ടോ നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെയൊക്കെ ചെക്ക് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: The price of a book is first decreased by 25% and then increased by 20%. ഒരു ബുക്കിന്റെ വില ആദ്യം 25% ഡിക്രീസ് ചെയ്തു, പിന്നെ 20% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ഉണ്ടായത് എന്നാണ് ചോദ്യം. പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ 25% കുറയുന്നു, 20% കൂടുന്നു. അപ്പോൾ 5% ഡിക്രീസ് ആയിരിക്കും ഉണ്ടായത് എന്നങ്ങ് തോന്നും. പക്ഷെ ഇവിടെ അതല്ല ചെയ്യേണ്ടത്. സപ്പോസ് ബുക്കിന്റെ വില 100 രൂപയാണ് എന്ന് വിചാരിക്കുക. 100 രൂപയാണ്. 25% ഡിക്രീസ് ആണ് ആദ്യം വരുന്നത്. അപ്പം ഈ 100 രൂപയുള്ള ബുക്കിന് എത്ര രൂപയാവും? 100ൽ നിന്ന് 25% കുറയുക, 25 റുപ്പീസ് കുറഞ്ഞു. അപ്പം എത്രയായി? 75 റുപ്പീസ് ആയി. പിന്നെ എന്താ വരുന്നത്? ഈ 75 റുപ്പീസ് ഉള്ള സാധനത്തിന് ഇൻക്രീസ്ഡ് ബൈ 20%. 20% ഇൻക്രീസ് ചെയ്തു. 75ന്റെ 20% എന്ന് പറഞ്ഞാൽ 75ന്റെ 10% 7.5. അപ്പൊ 20% എന്ന് പറഞ്ഞാൽ 15. അപ്പം ഇൻക്രീസ് ചെയ്തപ്പോൾ ഇതിന് വില എത്രയായി? 75 പ്ലസ് 15, അതായത് 90 റുപ്പീസ് വില വന്നു. 100 രൂപ ഉണ്ടായിരുന്ന സാധനം ഇപ്പൊ എത്ര രൂപയായി? 90 റുപ്പീസ് ആയി. അപ്പം വില കൂടുകയാണോ ചെയ്തത്, കുറയാണോ? കുറഞ്ഞു അല്ലേ? 10 രൂപ കുറഞ്ഞു. 100 റുപ്പീസിന്റെ സാധനത്തിന് 10 റുപ്പീസ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ വരിക? 10% ഡിക്രീസ് വന്നു. ഇതൊരു നല്ല തിങ്കിങ് വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമുക്ക് ഇതിങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റണമെന്ന് മാത്രം. ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ബ്ലഡ് റിലേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ ഈസ് മദർ ഓഫ് ഡി. അപ്പം നോക്കൂ, എ ഈസ് മദർ ഓഫ് ഡി. എ ഡിയുടെ മദറാണ്. മദർ ആയതുകൊണ്ട് ഞാൻ തൊട്ട് മുകളിലത്തെ ജനറേഷൻ ആയതുകൊണ്ട് മുകളിലോട്ട് വരയ്ക്കുന്നു. ആൻഡ് ബി ഹാസ് എ ഡോട്ടർ ആൻഡ് സിസ്റ്റർ ഓഫ് ബി. എയുടെ സിസ്റ്ററാണ് എ ഈസ് സിസ്റ്റർ ഓഫ് ബി. ബിയുടെ സിസ്റ്ററാണ് എ. ബി ഹാസ് എ ഡോട്ടർ സി. ബിക്ക് ഒരു ഡോട്ടർ ഉണ്ട്, സി. ഹു ഈസ് മാരീഡ് ടു എഫ്. സി ആരെ മാരി ചെയ്തു? എഫിനെ മാരി ചെയ്തു. ഈ പ്ലസ് എന്താ മൈനസ് എന്താന്നൊക്കെ ഞങ്ങളുടെ പല ക്ലാസ്സുകളിലൂടെ പോയവർക്ക് വേഗം മനസ്സിലാവുന്നുണ്ടാവും. ജെൻഡർ മനസ്സിലാവാനാണ് അത് എഴുതുന്നത്. നമ്മളെടുത്ത ചോദ്യം ഹൗ ദെൻ ജി ഈസ് ഹസ്ബൻഡ് ഓഫ് എ. എയുടെ ഹസ്ബൻഡാണ് ജി. നമ്മളെടുത്ത ചോദ്യം ഹൗ ഈസ് ജി റിലേറ്റഡ് ടു ഡി. ഡിയുടെ ആരാണ് ജി എന്നാണ് ചോദ്യം. ജിയുടെ ആരാണ് ഡിയുടെ ആരാണ് ജി വരുന്നത്? ഡിയുടെ അമ്മയാണ് എ. എയുടെ ഹസ്ബൻഡാണ് ജി. അപ്പം ഡിയുടെ ആരായിരിക്കും ജി? ഫാദർ ആയിരിക്കും. ഓക്കെ, ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ. ഇതിങ്ങനെ അല്ലാതെയും ചെയ്യാം. ഇങ്ങനെ എ ഈസ് മദർ ഓഫ് ഡി. നോക്കൂ, ഈ സെന്റൻസ് നോക്കുക. എ ഈസ് മദർ ഓഫ് ഡി ആൻഡ് ജി ഈസ് ഹസ്ബൻഡ് ഓഫ് എ.
ഈ 2 സ്റ്റേറ്റ്മെൻറ്റും വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫാദർ എന്നുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. ബ്ലഡ് റിലേഷനിൽ വരാവുന്ന വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കാറില്ല. ബ്ലഡ് റിലേഷൻ 5ഉം 6ഉം ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പക്ഷെ അതിൽ ചോദിക്കാവുന്ന ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ റാങ്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എ ക്ലാസ് ഓഫ് 45 സ്റ്റുഡൻസ്, വൺ ഓഫ് ദ സ്റ്റുഡൻസ് റാങ്ക്സ് 20th. 45 കുട്ടികളുണ്ട്, അതിൽ ഒരാൾ 20th റാങ്കിലാണ്. അപ്പൊ റാങ്കിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താ? എപ്പോഴും ഒരാളുടെ ടോപ്പിൽ നിന്നുള്ള പൊസിഷനും ബോട്ടത്തിൽ നിന്നുള്ള പൊസിഷനും ആഡ് ചെയ്താൽ ടോട്ടൽ സ്ട്രെങ്ത്തിനേക്കാൾ 1 അധികമായിരിക്കും. അപ്പൊ ടോപ്പിൽ നിന്ന് 20th പൊസിഷനിലാണ് അയാൾ ഉള്ളത് എന്നെങ്കിൽ അയാളുടെ ബോട്ടത്തിൽ നിന്നുള്ള പൊസിഷൻ കൂടി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 45 സ്റ്റുഡൻസ് ഉള്ളപ്പം 46 കിട്ടണം. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? വെൻ 2 more സ്റ്റുഡൻസ് ടേക്ക് അഡ്മിഷൻ. അപ്പൊ ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം 45ൽ നിന്ന് എത്രയിലേക്ക് പോയി? 47ലേക്ക് പോയി. ഓക്കെ, അപ്പം ഇയാളുടെ റാങ്കോ, ഹിസ് റാങ്ക് ഗെറ്റ്സ് 1 place ഡൗൺ. 20th റാങ്ക് ഉണ്ടായിരുന്ന ആൾക്ക് ഇപ്പൊ എത്ര റാങ്ക് വന്നു? 21st റാങ്കിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ബോട്ടത്തിൽ നിന്നുള്ള പൊസിഷൻ എത്ര എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ പറഞ്ഞു ടോട്ടൽ 47 ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 2 പൊസിഷനും ആഡ് ചെയ്താൽ അതിനേക്കാൾ 1 അധികം, അതായത് 48 കിട്ടണം. 48 കിട്ടണമെങ്കിൽ ഒന്ന് 21 ആണെങ്കിൽ മറ്റേത് എത്രയാവണം? ആലോചിച്ച് നോക്കൂ. 7 2 എത്ര വരണം? 27 വരണം. 27 ആണ് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇത് റാങ്കിങ് എന്നുള്ള ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം ഇതൊന്നും നമ്മൾ കോളേജിൽ നിങ്ങൾ LLBക്ക് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊന്നും പഠിക്കുന്നുണ്ടാവില്ല. പക്ഷേ ലോജിക്കൽ റീസണിങ് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. 50 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം കാര്യമായിട്ട് നമ്മൾ ഈ ഏരിയയിൽ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പം കോച്ചിങ്ങിനെ കുറിച്ച് കാര്യമായിട്ടൊന്ന് ആലോചിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു ഞാൻ. ഈ ക്വസ്റ്റ്യൻ ഡയറക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡയറക്ഷനിൽ ഓർക്കേണ്ട കാര്യം നമ്മൾ സ്കൂളിൽ പഠിച്ചതുപോലെ തന്നെ ഈ പ്ലസ് സൈൻ എപ്പോഴും ഓർത്ത് വെക്കുക. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, ഈ ഡയറക്ഷൻ എപ്പോഴും ഓർമ്മയിൽ വേണം. ഇനി ക്വസ്റ്റ്യനിലേക്ക് കടന്നു നോക്കൂ. വന്ദന ഈസ് ഗോയിങ് നോർത്ത് വേർഡ്സ്. അപ്പൊ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ് വന്ദന, നോർത്തിലേക്ക് പോയി. യെസ്. ഷീ ടേൺസ് റൈറ്റ്. അപ്പൊ മുകളിലേക്ക് പോകുന്ന ആൾ റൈറ്റിലേക്ക് ടേൺ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോയി. മൂവ് സം ഡിസ്റ്റൻസ് ആൻഡ് അഗെയിൻ ടേൺസ് ടു ഹെർ റൈറ്റ്. അപ്പൊ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് എന്ന് പറഞ്ഞാൽ താഴോട്ട് വന്നു. ഓക്കെ, ആഫ്റ്റർ മൂവിങ് സം ഡിസ്റ്റൻസ് ഷീ ടേൺസ് ടു ഹെർ ലെഫ്റ്റ്. അപ്പൊ താഴോട്ട് പോകുന്ന ആള് ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് ടേൺ ചെയ്തു. ഗോസ് ഫോർവേഡ് ആൻഡ് അഗെയിൻ ടേൺസ് ടു ഹെർ ലെഫ്റ്റ്. അപ്പൊ ഇങ്ങനെ പോകുന്ന ആള് ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ടേൺ ചെയ്തു. നമ്മളെടുത്ത ചോദ്യം ഇയാൾ ഇപ്പൊ ഇങ്ങോട്ടാണേ പോണേ. നമ്മളെടുത്ത ചോദ്യം ഇൻ വിച്ച് ഡയറക്ഷൻ നൗ ഈസ് വന്ദന ഗോയിങ്. വന്ദന ഇപ്പോഴെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത്? മുകളിലോട്ടാ പോകുന്നത് അല്ലേ? ഈ മുകളിലുള്ള ഡയറക്ഷൻ ഏതാ? നോർത്ത്. അപ്പൊ ആൻസർ എന്ത് വരും? നോർത്ത് എന്നുള്ള ആൻസർ കിട്ടും. ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് നോർത്ത്, സൗത്ത്, നോർത്ത് ഈ ഡയറക്ഷൻ നല്ല ധാരണ വേണം. അതേപോലെ തന്നെ റൈറ്റിലേക്ക് ടേൺ ചെയ്യുന്നു, ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നുണ്ടാവുക, ഈ ഒരു ധാരണയും കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സീരീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ നോക്കൂ. 4, 196, 16, 144, 36, 100, 64 ഡാഷ്. ഈ നമ്പേഴ്സ് ഒക്കെ എന്താണ്? ഈ നമ്പേഴ്സ് ഒക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പൊ പെർഫെക്റ്റ് സ്ക്വയേഴ്സിൽ ഓരോന്ന് ഏതിന്റെ സ്ക്വയർ ആണെന്ന് ഓർമ്മ ഉണ്ടോ? ഇത് 2ന്റെ സ്ക്വയർ ആണ്. 196 എന്ന് പറഞ്ഞാൽ 14 സ്ക്വയർ ആണ്. 4 സ്ക്വയർ. 144 എന്ന് പറഞ്ഞാൽ 12 സ്ക്വയർ. 36 6 സ്ക്വയർ. 100 10ന്റെ സ്ക്വയർ.
ഇത് 8ന്റെ സ്ക്വയർ. അപ്പോൾ ഓൾട്ടർനേറ്റ് നമ്പേഴ്സ്, ഒന്ന് ഇടവിട്ട നമ്പേഴ്സ് നോക്കൂ. 2, 4, 6, 8 ഇങ്ങനെ പോകുന്നു. മറ്റേതെന്താ വരുന്നത്? 14, 12, 10. അപ്പം അടുത്ത് എന്തായിരിക്കും ഇവിടെ വരിക? 8 ആണ് ഇവിടെ വരിക. അപ്പം 8ന്റെ സ്ക്വയർ എത്രയാണ് വരിക? 64. ആൻസർ 64 എന്ന് വരും. ഇത് ഓൾട്ടർനേറ്റ് സീരീസ് ആണ്, ഒന്നിടവിട്ട നമ്പേഴ്സ് തമ്മിലാണ് കണക്റ്റഡ് ആയി ഇരിക്കുന്നത്. അപ്പം ഈ നമ്പേഴ്സ് കാണുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ് എന്നുള്ള കാര്യം ഓർമ്മയിൽ വരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ബേസിക് ന്യൂമറിക്കൽ സ്കില്ല് നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? 2994നെ 14.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 206.48 കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ 29.94 ഡിവൈഡഡ് ബൈ 1.45 ആണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഇത് നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിലാണ് പഠിച്ചത് അല്ലേ? 2994 ഡിവൈഡഡ് ബൈ 14.5 is equal to 206.45. ഇതാണ് തരുന്നത്. ഇനി ഈ മോളിൽ ഇവിടെ ഒരു പോയിന്റ് വന്നു വിചാരിച്ചോളൂ. 299.4 ആയി. ഇവിടെയും ഒരു പോയിന്റ് വന്നു വിചാരിച്ചോളൂ. അപ്പോഴേ ഈ ആൻസറിൽ ഒരു വ്യത്യാസവും വരില്ല. കാരണം മുകളിലും ഒരു പോയിന്റ് വന്നു, താഴെ ഒരു പോയിന്റ് വന്നു. ആൻസറിൽ വ്യത്യാസം വരില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള ബേസിക് കൺസെപ്റ്റ് ഞാനിപ്പോൾ പറയുന്നില്ല. കാരണം അതും കൂടെ നമ്മളിപ്പോൾ പറഞ്ഞാൽ മൊത്തം നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. വളരെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. ഒരു പോയിന്റ് വരുന്നത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ്. അതാണ് ബേസിക് കൺസെപ്റ്റ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം നോക്കൂ, ഇനി ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ ഇങ്ങോട്ട് പോയി ഈ പോയിന്റ് 29.94 ആയി. ഇവിടെയോ ഒരു പോയിന്റേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ, 1.45 ആയിട്ടുള്ളൂ. അതായത് മുകളിൽ 2 പോയിന്റ് ഇങ്ങോട്ട് വന്നു, ഇവിടെ ഒരു പോയിന്റേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ആൻസറിൽ ഒരു പോയിന്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് വരും ആൻസർ? 20.648 എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഇനി ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും, ഇത് ചെയ്തേ നോക്കിയിട്ടില്ലെങ്കിലും ആൻസർ കണ്ടാൽ അറിയാം 29 സംതിങ്ങിനെ 1 സംതിങ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരിക്കലും മറ്റ് ഓപ്ഷൻസ് ഒന്നും വരില്ല. ഇതേ ആൻസർ വരുള്ളൂ. കോമൺ സെൻസ് ഇവിടെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ അടുത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിലേക്കാണ് കടക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 1 or 2 സ്റ്റേറ്റ്മെന്റ്സ് തരും. ആ സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ പറ്റുമോ എന്നാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇതിൻ്റെ ഡയറക്ഷൻ തന്നിട്ടുണ്ട്. ഡയറക്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് സ്റ്റേറ്റ്മെന്റ്സ് നോക്കൂ. സ്റ്റേറ്റ്മെന്റ് എന്താണ്? 60% ഓഫ് ദ ഗവൺമെന്റ് എംപ്ലോയീസ് വെന്റ് ഓൺ സ്ട്രൈക്ക്. 60%ന്റെ കാര്യം പറഞ്ഞിട്ടുള്ളേ. 60% ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് വെന്റ് ഓൺ സ്ട്രൈക്ക്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ? മിസ്റ്റർ ഗോപാൽ ഈസ് എ ഗവൺമെന്റ് എംപ്ലോയി. ഗോപാൽ ഈ 60%ൽ പെടുവോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം നിങ്ങളുടെ കൺക്ലൂഷൻ എന്താന്ന് നോക്കൂ. ഇവിടെ ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ? മിസ്റ്റർ ഗോപാൽ വെന്റ് ഓൺ സ്ട്രൈക്ക്. ഉറപ്പുണ്ടോ നമുക്ക്? ഇല്ല. മിസ്റ്റർ ഗോപാൽ ഡിഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്ട്രൈക്ക്. ഉറപ്പുണ്ടോ നമുക്ക്? ഇല്ല. ഒന്നുകിൽ ഇത് സംഭവിക്കാം, അല്ലെങ്കിൽ ഇത് സംഭവിക്കാം അല്ലേ? ഒന്നുകിൽ അയാൾ സ്ട്രൈക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അപ്പം നിങ്ങളുടെ ഓപ്ഷൻ എന്ത് വരും? ഓൺലി കൺക്ലൂഷൻ 1 ഫോളോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓൺലി കൺക്ലൂഷൻ 2 ഫോളോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇവിടെ നമ്മുടെ ആൻസർ എന്താ വരിക? ബോത്ത് കൺക്ലൂഷൻസ് 1 and 2 ഫോളോസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഐദർ കൺക്ലൂഷൻ 1 or 2 ഫോളോസ്. ഒന്നുകിൽ ഒന്നാമത്തത് ശരിയാവും, അല്ലെങ്കിൽ രണ്ടാമത്തത് ശരിയാവും. അപ്പം ഈ ഏരിയയിൽ നിന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന ഏതാനും ക്വസ്റ്റ്യൻസിലേക്കാണ് ഞാനിപ്പോൾ കടന്നിരിക്കുന്നത്.
നമ്മൾ ഏതാനും ക്വസ്റ്റ്യൻസേ നമ്മൾ കണ്ടിട്ടുള്ളൂ. നിങ്ങളെ ഒന്ന് മോഡൽ കാണിച്ചു തരിക മാത്രമാണ് ചെയ്തത്. ഇനിയും ജോബ് സെക്യൂർ ഇത്തരം ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളോടൊപ്പം വരുന്നുണ്ടാവും. ഞങ്ങളുടെ ഗൈഡ് അവൈലബിൾ ആണ്. ഗൈഡ് വെച്ച് നല്ലോണം പ്രിപ്പയർ ചെയ്യുക. നമുക്കധികം സമയമില്ല. മെയ് 10ന് നമ്മുടെ എക്സാം വരികയാണ്. ഏതാനും ദിവസങ്ങളെ നിങ്ങളുടെ മുമ്പിലുള്ളൂ. ആ സമയത്ത് ഗുണകരമായിട്ട് ഉപയോഗിക്കുക. ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. ഓൾ ദി ബെസ്റ്റ്.